കോഴിക്കോട് നിന്ന് ഒരാൾ പോയിട്ട് എന്തെങ്കിലും രീതിയിൽ ഉരുതിരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ആ നാട്ടിലേക്ക് വരണം എന്നുള്ള ആ നാട്ടുകാരെ കൂട്ടിയിട്ട് ഒരു സദ്യ കൊടുക്കണം എന്നുള്ള ഞാനതാണ് ചെയ്യുന്നത്. ഈ പടം ഹിറ്റാവുവച്ചാ ഇത് സക്സസ് ആവും. വെറും സൈക്കിൾ ദാസേട്ട സൈക്കിൾ എന്ന് പറയുന്ന സമയത്ത് മാത്രം കേൾക്കേണ്ട ഒരു കഥയല്ല ഇതില്. ബൈസിക്കിൾ എന്ന ചിന്ത മാത്രമല്ല അതിലുള്ളത്. ഇത് ആക്ച്വലി ലൈഫ് സൈക്കിളാണ്. ഇല്ല, ഒരു സാധനം ഇതിൽ ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷെ ഈ കൈൻഡ് ഓഫ് റോൾസ് ആണ് ഞാൻ കൂടുതൽ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ദാസേട്ട സൈക്കിൾ ടൈലർ ഷാജി എന്നൊക്കെ കാര്യം. ദാസേട്ടന്റെ സൈക്കിൾ ഞാൻ അഭിനയിക്കുമ്പോൾ ഞാൻ +2 പഠിക്കുകയായിരുന്നു. 2 കൊല്ലം കഴിഞ്ഞു സെക്കൻഡ് ഇയറിലാണ്. അച്ഛൻ ഒരു നടൻ എന്നുള്ള രീതിയിൽ എങ്ങനെയാ വിലയിരുത്തുക? പക്ഷെ കുഴപ്പമില്ല. നിങ്ങളൊരു അച്ഛൻ മകൻ ബന്ധത്തിന്റെ അപ്പുറത്ത് ഒരു കൂട്ടുകാർ ബന്ധമുണ്ടല്ലേ? ആണോ? ഞാൻ പറയണ്ടത് ഞങ്ങള് പുതുമുഖങ്ങൾ ഒന്നും എടുക്കുന്നില്ല എന്ന് പറയുന്നു. ഗായത്രിയിൽ സോമേട്ടനും പുതുമുഖമായിരുന്നല്ലോ എന്ന് പറയുമ്പോ ശരിയാണല്ലോ. എല്ലാരും ആദ്യം പുതുമുഖമായിട്ടല്ലേ വരുന്നത്, പിന്നെയല്ലേ. ഇപ്പൊ പ്രേം നസീർ സാർ ഒരു കാലത്ത് പുതുമുഖമായിരുന്നു, മമ്മൂക്ക പുതുമുഖമായിരുന്നു, ലാലേട്ടൻ പുതുമുഖമായിരുന്നു. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. ദാസേട്ടന്റെ സൈക്കിൾ എന്ന സിനിമയ്ക്ക് ഹരീഷ് പാരഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയ്ക്ക് അപ്പുറത്തേക്ക് ഒരു മേൽവിലാസം ഉണ്ടോ? അത് എങ്ങനെയാണ് അതിന്റെ ഒരു ആകത്തുക വരാൻ പോകുന്നത് എന്നൊക്കെ ചോദിക്കാൻ വേണ്ടി ദാസേട്ടന്റെ സൈക്കിളിലെ മുഴുവൻ ടീമും ഹരീഷ് പാരഡിയാണ് ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. കോഴിക്കോട് മൊത്തം ഇങ്ങോട്ട് വന്നതുപോലെ തോന്നുന്നു. അപ്പൊ കോഴിക്കോട്ട് ആരെങ്കിലും ഉപദേശിച്ചോ ഹരീഷ് ഏട്ടനെ? മര്യാദക്ക് തമിഴ് എന്തെങ്കിലുമൊക്കെ പടം ചെയ്ത് പോകുന്നുണ്ട്, വരുമാനമുണ്ട്, ഇങ്ങനെ ഒരു സാഹസത്തിന് മുദ്രണോ എന്നൊക്കെ? ഇല്ലേ, കോഴിക്കോട്ടുകാരെ എപ്പോഴും എന്താ വെച്ചാല്, കോഴിക്കോട്ടുകാരുടെ ഏറ്റവും വലിയ പ്രത്യേകത കോഴിക്കോട് നിന്ന് ഒരാൾ പോയിട്ട് എന്തെങ്കിലും രീതിയിൽ ഉരുതിരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ആ നാട്ടിലേക്ക് വരണം എന്നുള്ളതാണ്. ആ നാട്ടുകാരെ കൂട്ടിയിട്ട് ഒരു സദ്യ കൊടുക്കണം എന്നുള്ളതാണ്. ഞാനതാണ് ചെയ്യുന്നത്. ശരിയാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞത്. തമിഴും തെലുങ്കൊക്കെ കഴിഞ്ഞാൽ കോഴിക്കോട്ട് വന്നിട്ട് കോഴിക്കോട്ടുകാരായ എൻ്റെ നാടക പ്രവർത്തകരും വേണ്ടപ്പെട്ടവരൊക്കെ കൂട്ടിയിട്ട് ചെറിയൊരു സദ്യ വിളമ്പുകയാണ്. അതാണ് ദാസേട്ടൻ്റെ സൈക്കിൾ. ഈ ദാസേട്ടൻ്റെ സൈക്കിളിനൊരു സബ് ടെക്സ്റ്റ് ഉണ്ട്. അത് ഇങ്ങനെയാണ്: ഇറ്റ്സ് നോട്ട് എ ബൈസൈക്കിൾ ബട്ട് എ സൈക്കിൾ. എന്താണ് അങ്ങനെ എഴുതാൻ കാര്യം? സൈക്കിളും ബൈസൈക്കിളും എന്താ ഇതിന്റെ വ്യത്യാസം? അല്ല, അതാണ് ഈ സിനിമയുടെ കണ്ടന്റ് എന്ന് പറയുന്നത്. ആക്ച്വലി അതൊരു വെറും സൈക്കിൾ ദാസേട്ട സൈക്കിൾ എന്ന് പറയുന്ന സമയത്ത് മാത്രം കേൾക്കേണ്ട ഒരു കഥയല്ല ഇതില്. ബൈസിക്കിൾ എന്ന ചിന്ത മാത്രമല്ല അതിലുള്ളത്. ഇത് ആക്ച്വലി ലൈഫ് സൈക്കിളാണ്. ഈ ഹരീഷ് പാരഡിയും അഖിലും തമ്മിലുള്ള സിങ്ക് എന്താ? പിന്നെയും പിന്നെയും സിനിമകളായിട്ട് വരുന്നു. ആദ്യം ഐശ്വര്യതി വന്നു, പിന്നെ ഇത് വന്നു. അതിന്റെ ബന്ധത്തിന്റെ പേരിലുള്ള കാര്യം എന്താ? ഇത് ഞങ്ങൾ രണ്ടാളും കോഴിക്കോട്ടുകാരാണ്, അതൊരു ബന്ധമായിരിക്കാം. പക്ഷെ ആക്ച്വലി അങ്ങനെയൊന്നല്ല നമ്മൾ സിനിമയിലേക്ക് വരുന്നത്. ഹരീഷന്റെ അടുത്ത് ഞാൻ ആദ്യമായിട്ട് കഥ പറയാൻ വരുന്നത് തന്നെ ഹരീഷന്റെ പഴയ നാടകങ്ങളൊക്കെ കണ്ടതിന്റെ ഇതിലാണ്. കാരണം ഹരീഷേട്ടൻ അന്നത്തെ കാലങ്ങളിൽ സിനിമ ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരേ പാറ്റേണിലോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരേ പാറ്റേൺ ഉദ്ദേശിച്ചത് ഒരു മാനറിസത്തോ അല്ലെങ്കിൽ ഒരു ശൈലിയോ പിടിച്ചിട്ട് അല്ലെങ്കിൽ അതിനെ മാത്രം ഒരു സിനിമയിൽ പിന്നെ പിന്നെ വരുന്നു. ആ സമയത്താണ് ഞാൻ ഇവരെ നാടകത്തെ കുറിച്ച് ആലോചിക്കുന്നതും അതിൽ വേറൊരു വേർഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കി. അപ്പൊ അങ്ങനെ ഒരു കഥ വന്നപ്പോ ഞാൻ ഹരീഷേട്ടൻ കൊണ്ട് പറയുന്നു. അപ്പൊ അന്ന് തുടങ്ങിയ സൗഹൃദം, അതിന് മുമ്പ് ശരിക്കും ഹരീഷേട്ടൻ നേരിട്ട് പരിചയമൊന്നുമില്ല കേട്ടോ. ആ സിനിമയുടെ ഭാഗമായിട്ടുണ്ടായ സൗഹൃദം ഇന്ന് അവിടെ വന്ന് നിൽക്കുന്നു, ഇന്ന് നല്ല രീതിയിൽ നിൽക്കുന്നു. ഐശ്വര്യതി കുറെ കൂടി സ്നേഹം അർഹിച്ചിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, അതിന് അങ്ങനെ പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. ആക്ച്വലി ഐശ്വര്യ സിനിമ ചെയ്തതിന്റെ ഭാഗമായിട്ടാണല്ലോ ഇപ്പൊ ദാസേട്ട സൈക്കിൾ എന്ന സിനിമ കിട്ടുന്നത്. അപ്പൊ അതൊരു സക്സസ് തന്നെയല്ലേ. അപ്പൊ അല്ലാണ്ട് അതിലിപ്പോ പരിഭവപ്പെട്ടിട്ടോ പരാതി പറഞ്ഞിട്ടില്ല. എന്നാൽ പോലും ഇപ്പൊ ഞാൻ പറയട്ടെ, ഐശ്വര്യ സിനിമ ചിലപ്പോ എല്ലാരും കണ്ടിട്ടുണ്ടോ ചോദിച്ചാൽ അല്ലെങ്കിൽ അത് ഡയറക്റ്റ് ചെയ്ത് ഞാനാണെന്ന് അറിയുന്നില്ല എങ്കിൽ പോലും ചില സമയത്തൊക്കെ ഞങ്ങൾ ഡയറക്ടറാന്നൊക്കെ പറഞ്ഞവരെ പരിചയപ്പെടുന്ന സമയത്ത് ഈ ക്ലിപ്പിംഗ്സ് ഒക്കെ പറയുന്ന സമയത്ത് ഇങ്ങനെ ഒരു കഥയാണെന്നൊക്കെ പറയുന്ന സമയത്ത് അതിനെ കണ്ടിട്ടുണ്ട് എന്ന് പറയാറുണ്ട്. ഹരീഷേട്ടാ, അതിന് മുമ്പോ അതിന് ശേഷമോ അങ്ങനെ ഒരു വിഷയം സംസാരിച്ചിട്ടില്ല? അതിനു മുമ്പോ അതിന് ശേഷവും ഞാൻ അങ്ങനെ ഉള്ളൊരു അതുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ള ഒരു സീൻസ് പോലും ഞാൻ കണ്ടിട്ടില്ല. അതായത് ലൈംഗിക ദാരിദ്ര്യത്തെ പറ്റി സംസാരിക്കുന്ന, ലൈംഗികത ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു 40 കഴിഞ്ഞൊരു മനുഷ്യൻ. അത് പലപ്പോഴും പുറത്തൊക്കെ ഹോളിവുഡിലൊക്കെ അങ്ങനെയുള്ള സിനിമകൾ വന്നിട്ടുണ്ട് എന്നുള്ളതല്ലാതെ അങ്ങനെ ഒരാളുടെ വെർജിനിറ്റിയെ പറ്റി സംസാരിക്കുന്ന സിനിമയൊന്നും ഞാൻ കണ്ടിട്ടില്ല. കുറേം കൂടിയൊക്കെ സ്വീകാര്യത അത് അർഹിക്കുന്നുണ്ടായിരുന്നില്ലേ? തീർച്ചയായിട്ടും അത് വളരെയധികം ഇനിയും ചെയ്യപ്പെടേണ്ട സിനിമയാണ്. ഇനിയും അതിന്റെ ഒരു ആവർത്തി വേറൊരു രീതിയിൽ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സിനിമയാണ്.
അങ്ങനെ ഒരു ആഗ്രഹത്തിന്റെ ഇതെന്ന് ഞാൻ പറയാൻ കാരണം അങ്ങനെ ഒരു ആളുകൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് അത് തമിഴിലേക്ക് ഒന്ന് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ അഖിലിനോട് പറഞ്ഞിട്ടുണ്ട് അത് ഇങ്ങനെ ഒരു ആളുകൾ വന്നിട്ടുണ്ട്, നമുക്ക് ആലോചിക്കാം, ഇതിന്റെ തിരക്ക് കഴിഞ്ഞിട്ട് അത് തമിഴിൽ അവർക്ക് ചെയ്യണം എന്നുള്ള ഒരു ഇതുണ്ട്. അതിന് മറ്റു കാര്യങ്ങളൊക്കെ സംസാരിക്കണം, അതെല്ലാം ശരിയാവുകയാണെങ്കിൽ ചിലപ്പോൾ നടന്നു പോകും. സുചേട്ടാ, ഈ കാതലിന് ശേഷം എന്ത് അങ്ങനെ അങ്ങനെ ചോദിക്കുന്ന ആളുകളുടെ എണ്ണം അതിനെങ്ങനെ നേരിടുന്നു? അല്ല, അത് സിനിമകളുണ്ട്, ആ അത് പോകുന്നുണ്ട്. കാതൽ ഇപ്പൊ പറഞ്ഞ കാതൽ ഒരു ഭാരമാണ് ശരിക്കും ക്യാരക്ടർ. പക്ഷെ ഞാന് ദാസാറിന്റെ സൈക്കിളിലേക്ക് വരുമ്പോ ഹാപ്പി ആവുന്ന എന്താന്ന് വെച്ചാല്, എനിക്ക് ഞാൻ ഇതിൽ ചെയ്യുമ്പോൾ ഈ സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാതലിൽ കിട്ടിയിട്ടില്ല ആക്ച്വലി. കുറച്ച് ബിഫോർ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ ഞാൻ ഇതിൽ ആദ്യം ചെയ്തപ്പോൾ കാതലിൽ ഇതൊന്നും ആയിട്ടില്ല. പിന്നെ ഒരു കഴിഞ്ഞിട്ടാണ് പിന്നെ വേറെ സീൻ എടുക്കുക, കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിലാണ് കാതലിന്റെ പ്രോസസ്സൊക്കെ നടക്കുന്നത്, ഇതിലോട്ട് സെലക്ഷനൊക്കെ. പിന്നെ ഞാൻ ഇതിലോട്ട് കയറി വരുമ്പം കാതലിൽ അഭിനയിക്കാൻ പോകുന്ന സാധനത്തൊക്കെ ഏകദേശം എനിക്ക് ഉറപ്പ് കിട്ടി. ആ സമയത്താണ് ഹരീഷേട്ടൻ്റെ അടുത്ത്, ഓൾറെഡി ഹരീഷേട്ടനാണ് ഈ സിനിമയിലോട്ട് എന്നെ വിളിക്കുന്നത്. അത് കാതൽ ഒന്നുമല്ല, ഒരു ബാക്കപ്പ് ഇല്ലാതെ എന്നെ വിളിക്കുന്നത്. ഒരു ദിവസം എനിക്ക് ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ എൻ്റെ നമ്പറൊന്നും കൊണ്ടിടാന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്യുക, ഞാൻ ഹരീഷേട്ടനെ കൂടെ വിളിക്കുക, അപ്പം ഇങ്ങനെ ഒരു സിനിമ ഉണ്ട് എന്ന് പറയും. അപ്പം ഇതിൽ ഞാൻ ഒരു ദിവസം പോയിട്ട് ഞങ്ങൾ ഒരു 3-4 സീന് ചെയ്യുന്നു. ശേഷമാണ് ഞാൻ പറഞ്ഞല്ലോ പ്രോസസ്സ് വരുന്നത്. കാതൽ സാധനം ഹരീഷേട്ടൻ്റെ അടുത്ത് വന്ന് ഞാൻ അങ്ങനെ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്ന് പറയുന്നു. നോക്കുമ്പോൾ അതിലൊരു നിമിത്തം എന്താണെന്ന് വെച്ചാൽ ഒരു വേറെ എന്താ വെച്ചാൽ ജ്യോതികമാണല്ലോ കാതല്. അത് ഹരീഷേട്ടൻ രാക്ഷസീനെ വില്ലനാണ്. ഹരീഷേട്ടൻ ഞാൻ ഹരീഷേട്ടാ, എനിക്കൊരു മേക്കപ്പ് അവിടെ കിട്ടണ്ടി, ഞാൻ നിങ്ങളുടെ ഒരു ഫ്രണ്ടാന്ന് പറയട്ടെ ജ്യോതികമാരുടെ അടുത്ത്, ധൈര്യമായിട്ട് പറയണ. ഹരീഷേട്ടൻ്റെ അനുഗ്രഹമൊക്കെ മേടിച്ചിട്ടാണ് പിന്നെ ഞാൻ കാതൽ ചെയ്യാൻ പോകുന്നത്. എനിക്ക് സന്തോഷം എന്താ വെച്ചാല് കാതലിലെ ക്യാരക്ടറിന്റെ ആ ഡിലമല്ല ക്യാരക്ടർ അല്ലത്, വേറൊരു സാധനമാണ്. എല്ലാരും വിചാരം ഞാൻ അങ്ങനെയുള്ള ഇതാണ്. കാതലില് അത്ര ഉള്ള ഒരു സാധനം എന്റെ ഇതിൽ ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷെ ഈ കൈൻഡ് ഓഫ് റോൾസാണ് ഞാൻ കൂടുതൽ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ദാസാറിന്റെ സൈക്കിളിൽ ടൈലർ ഷാജി എന്നുള്ള ക്യാരക്ടറാണ്. അങ്ങനെ സന്തോഷമുണ്ട്. അത് കുറച്ചും കൂടി ടൈലർ ഷാജി കുറച്ചും കൂടി ലൗഡും കുറച്ച് ലൗഡാണ്, കുറച്ച് ഫ്രീ ആണ്. നമ്മൾ കോഴിക്കോടൻ ഭാഷയിൽ ഹരീഷേട്ടൻ്റെ അടുത്ത് ഭയങ്കര വൈബായിരുന്നു എനിക്ക് അത് ചെയ്യാൻ. പക്ഷെ ഭയങ്കര ഈസി ആയിട്ട് കഴിഞ്ഞു പോയി. ഷാജിക്ക് സന്തോഷമുണ്ടോ? ഷാജി ഞാന് കാതലിൽ അയാൾ ഇത്തിരി സന്തോഷിച്ചിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. കാതലിലെ ക്യാരക്ടർ കുറച്ചുകൂടി സന്തോഷിച്ചിരുന്നെങ്കിൽ സന്തോഷം. ഷാജി പുള്ളിയുടെ സൈക്കിൾ ഓട്ടത്തിൽ സപ്പോർട്ട് ചെയ്യാൻ പോകുന്ന ഒരു ക്യാരക്ടറെ. പുള്ളിയുടെ സുഹൃത്താണ്, സാമ്പത്തികമായി കൊടുക്കുന്ന അങ്ങനെയൊക്കെ ഉള്ള കക്ഷിയാണ്. അതിൽ ഹാപ്പിയാണ് ഞാൻ. പിന്നെ പെർഫോമൻസ് വൈസ് ബാക്കി ആൾക്കാർ കാണട്ടെ എങ്ങനെ ഉണ്ടാവും. അനുപമ, ഇതില് ട്രെയിലറിലൊരു ഡയലോഗ് ഉണ്ട്, ജപ്തിയാണ് ഇത്, എന്താണ് കത്തുന്ന ചോദിക്കുമ്പോൾ ജപ്തിയാണ് ഇത് മോനെ എന്ന് പറയുന്നതാണെങ്കിൽ ഈ ഭയങ്കര ഈസി ആയിട്ടാ പറയുന്നത്, നർമ്മമൊക്കെ കാര്യത്തില് പറയുന്നത്. എനിക്കൊന്ന് വളരെ വിരളായിട്ട് നായികമാർക്ക് അങ്ങനെ പറയാൻ കിട്ടിയിട്ടുണ്ടാവുള്ളൂ മലയാള സിനിമയിൽ. മൊത്തത്തിലുള്ള ക്യാരക്ടറിന് ഫുള്ളും ആ ഒരു നർമ്മം ഉണ്ടോ ആ ക്യാരക്ടറിന്, അതോ ആ സീന് മാത്രമാണോ അങ്ങനെ? നർമ്മവും എല്ലാം കൂടെ മിക്സ് ചെയ്ത് പോകുന്നതാണ് ആ ഒരു ഇത്. ഈ മൂവി മൊത്തത്തില് ആ സിറ്റുവേഷൻ അങ്ങനെയാണ്. ആ സിറ്റുവേഷനിൽ എന്താണാവോ അവിടെ ആവശ്യമുള്ളത് അതാണ് അവിടെ ഞാൻ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ കേട്ടിട്ടുണ്ട് ബികോം പഠിച്ചിട്ട് അതൊരു ബാക്കപ്പ് ആക്കി വെച്ചിട്ടാണ് സിനിമ വന്നത്. അത് അച്ഛൻ പറഞ്ഞ ഉപദേശമാണോ? ഞാൻ തന്നെ പോയി എടുത്തതാണ്. ഇത് ദാസേട്ടന്റെ സൈക്കിൾ ഞാൻ അഭിനയിക്കുമ്പോ ഞാൻ +2 പഠിക്കുമായിരുന്നു. 2 കൊല്ലം കഴിഞ്ഞു സെക്കൻഡ് ഇയറിലാണ്. എല്ലാരും എവിടെ 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 എന്ന് ചോദിച്ച അവസാനം അങ്ങനെ ഇത് കുറച്ച് മുന്നേ ആയിപ്പോയി. കാരണം അതില് ഫുൾ മൊബൈലായിട്ട് നടക്കുന്നുണ്ടല്ലോ. പക്ഷെ ഇപ്പോഴാണ് അങ്ങനത്തെ കുറെ സീൻസും അങ്ങനത്തെ കഥാപാത്രങ്ങളും വരുന്നത്. മൊബൈൽ കളിക്ക് ഞങ്ങൾ പണ്ടേ തുടങ്ങിയിട്ടുണ്ട്. കൊറേയൊക്കെ സീനുകളൊക്കെ ഇത് നേരെ നടന്നത് ഇതില് തന്നെ എഴുതിയെടുത്ത പോലെയായിരുന്നു. നടന്ന കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ സിനിമയിലും വന്നു. അച്ഛൻ ഒരു നടൻ എന്നുള്ള രീതിയിൽ എങ്ങനെ വിലയിരുത്തുക? അച്ഛൻ കൊഴപ്പില്ല, അച്ഛന്റെ ഒരു പാതയിലുണ്ട്. തിയേറ്റർ ചെയ്യുന്നുണ്ടല്ലോ, കോളേജിൽ തിയേറ്റർ ചെയ്യുന്നുണ്ടോ? കോളേജ് തിയേറ്റർ അസോസിയേഷന്റെ ഒക്കെ ഭാഗമാണ്. ഒരു പ്ലേ ഒക്കെ കഴിഞ്ഞിട്ട് നിൽക്കും. അച്ഛൻ തമിഴില് പോയതിനു ശേഷമേ ഇപ്പൊ മലയാളത്തേക്ക് വരുന്നതൊക്കെ ഭയങ്കര കട്ടിയുള്ള റോളുകൾക്ക്, ഭയങ്കര ഖാനുള്ള റോളുകൾക്ക് ചിരിക്കുന്ന ഹരീഷ് പരാടിയെ കിട്ടുന്നില്ല, അങ്ങനെ എനിക്ക് തോന്നാറുണ്ട്. അങ്ങനെ തോന്നാറുണ്ടോ? ഉണ്ട്. അച്ഛന്റെ ആ സൈഡ് കൊറേ കുറവാണ് കാണുന്നത് മലയാള സിനിമയിൽ. ഇപ്പൊ പ്രേതം സിനിമയിലൊക്കെ ഞാൻ പ്രേതം അതൊക്കെ കാണുന്ന ആൾക്കാർ
ഇങ്ങനത്തെ സംഭവം എന്റെ അച്ഛൻ വില്ലൻ മാത്രമല്ല പറയില്ല ആൾക്കാർ. അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇനി വരാനുണ്ട്. നിങ്ങൾ ഒരു അച്ഛൻ മകൻ ബന്ധത്തിന്റെ അപ്പുറത്ത് ഒരു കൂട്ടുകാർ ബന്ധമുണ്ടല്ലേ? ആണോ ഞാൻ പറയുന്നത്? കുഴപ്പമില്ല. നാടകക്കാര് ഇപ്പൊ എനിക്ക് തോന്നുന്നു ആട്ടം കണ്ട സമയത്ത് അവര് ആ നാടകക്കാർക്കൊക്കെ ഒരു പുതിയ ലൈഫും കൂടിയാണ് കൊടുത്തത്. ആ സിനിമയും ഒരു പുതിയ സിനിമയായിരുന്നു മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം. ആട്ടം കണ്ട സമയത്ത് ആണ് എന്താ ഫീൽ ചെയ്തത്? ആട്ടം ഏതെങ്കിലും രീതിയിൽ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടോ? ആട്ടം ഞാൻ കണ്ട ഉടനെ തന്നെ ഞാൻ എൻ്റെ ഡയറക്ടറെ വിളിച്ചിരുന്നു. അതിലുള്ള കുറച്ച് ആൾക്കാരൊക്കെ എനിക്ക് അറിയുന്നവരായിരുന്നു. അങ്ങനെയാണ് ഡയറക്ടർ നമ്പർ എനിക്ക് കിട്ടുന്നത്. അന്ന് ഞാൻ അവരോട് പറഞ്ഞത് ഗംഭീര പടമാണല്ലോ, ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോകേണ്ട പടമാണ്. അതേപോലെ തന്നെയാണ് അതിന് സംഭവിക്കുകയും ചെയ്തത്. വല്ലാതെ സ്ട്രൈക്ക് ചെയ്തൊരു സിനിമയാണ്. പക്ഷെ ദാസേൻ്റെ സൈക്കിളിലേക്ക് വരുമ്പോൾ ആ ഒരു ജോണറിൽ പെട്ട സാധനമൊന്നുമല്ല. ദാസൻ എന്ന് പറയുന്നത്, ദാസൻ സൈക്കിള് നിങ്ങൾക്ക് പരിചയമില്ലാത്ത വഴി കൂടി ഒന്നും അല്ല സൈക്കിൾ ചവിട്ടുന്നത്. നിങ്ങൾക്ക് നിരന്തരമായിട്ട് പരിചയമുള്ളൊരു വഴി കൂടി തന്നെയാണ് അയാൾ ചവിട്ടുന്നത്. പക്ഷെ ആ വഴിക്കലൊക്കെ നിങ്ങൾക്ക് നമ്മളൊരു സാധനം വീടുകളിൽ ഇങ്ങനെ തിരഞ്ഞുകൊണ്ടേ ഇരിക്കില്ല. നമുക്ക് എവിടെ വെച്ചു, ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അവിടെ ഉണ്ടായിരുന്നല്ലോ, ആ സാധനം ഒരു സമയത്ത് കിട്ടുമല്ലോ നിങ്ങൾക്ക് വീട്ടിനുള്ളിൽ നിന്ന്. അപ്പം ഇത്ര അമൂല്യമായ ഒരു സാധനം കിട്ടുന്നത് പോലെ ഈ പരിചിതമായ വഴിയിലൂടെ നിങ്ങൾ നിരന്തരമായി നടന്നിട്ട് അത് കാണാതെ പോയിരുന്നല്ലോ, അവിടെ അതായിരുന്നു തോന്നുന്ന ഒരു പോയിന്റാണ് ദാസനെ ശരിക്കുള്ള ഏട്ടനാക്കി മാറ്റുന്നത് സ്ഥലം. അതാണ് സിനിമയുടെ രസമുള്ള സ്ഥലം. ദാരിദ്ര്യം, കൃഷി, സർക്കാസ്റ്റിക്കായ ഭാര്യ, ശ്രീനിവാസൻ സിനിമകളുടെ എലമെന്റ്സ് ആണ് ഇതൊക്കെ. ശ്രീനിവാസൻ സിനിമകളുടെ ഒരു ഏതെങ്കിലും വേറൊരു വേർഷനിൽ കഥ പറയാൻ നോക്കുന്നുണ്ട്, അങ്ങനെ ഉണ്ടോ? അത് ആ സമയമൊക്കെ വന്നു പോയതാണോ? അത് വന്നു പോകുന്നതായിരിക്കാം. അത് നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ ശ്രീനിയേട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മളെയൊക്കെ സ്വാധീനിക്കുമല്ലോ. ശ്രീനിയേട്ടൻ, സത്യനന്ദിക്കാട് ടീം എന്ന് പ്രിയേട്ടൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ സ്വാധീനിക്കുന്ന ആളുകൾ തന്നെയാണ്. പ്രത്യേകിച്ച് ശ്രീനിയേട്ടൻ എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ നമ്മളെ ഒരു പ്രത്യേക പ്രായത്തിലൊക്കെ നമ്മൾ എന്താവുന്ന അദ്ദേഹത്തിൻ്റെ തമാശകൾ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ അത് നമ്മളെ തമാശയാണോ അദ്ദേഹത്തിൻ്റെ തമാശയാണോ എന്ന് നമുക്ക് വേർതിരിക്കാൻ പറ്റൂല. അങ്ങനെയാണ് അദ്ദേഹം കാര്യങ്ങൾ പറയുക. ഇപ്പം നാടോടിക്കാറ്റിൽ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്ത് വരുമ്പോൾ സോമേട്ടനാണ് അഭിനയിക്കുന്നത്. അപ്പം ഞങ്ങൾ പുതുമുഖങ്ങളൊന്നും എടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ, ഗായത്രിയിൽ സോമേട്ടനും പുതുമുഖമായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ അത് ഇന്നും നമ്മളെ മനസ്സിൽ കിടക്കണം. എന്തുകൊണ്ടാ വെച്ചാല് ശരിയാണല്ലോ, എല്ലാരും ആദ്യം പുതുമുഖമായിട്ടല്ലേ വരുന്നത്, പിന്നെയല്ലേ. ഇപ്പൊ പ്രേം നസീർ സാർ ഒരു കാലത്ത് പുതുമുഖമായിരുന്നു, മമ്മൂക്ക പുതുമുഖമായിരുന്നു, ലാലേട്ടൻ പുതുമുഖമായിരുന്നു. അത് പറയാൻ പറ്റുക എന്നുള്ളൊരു സാധനമുണ്ട്. ഇപ്പോഴും അതേപോലെ ചെന്നൈയിലൂടെ ഞാൻ ഭരണി സ്റ്റുഡിയോന്റെ മുന്നിലൂടെ പോകുമ്പോൾ വെറുതെ ചിരിക്കും. അപ്പൊ ഡ്രൈവർ ചോദിക്കും എന്തിനാ സാർ ചിരിക്കുന്നതെന്ന് ചോദിക്കും. അപ്പൊ ഞാൻ പറയും ഒന്നുമില്ല എന്ന് പറയും. കാരണം എന്താ വെച്ചാല് ശശിയേട്ടൻ ഭരണിയിലാണോ എന്ന് ചോദിക്കുന്ന സ്ഥലമുണ്ട്. അപ്പൊ ശ്രീനിയേട്ടൻ തമാശകളിൽ എൻ്റെ ബ്ലാക്ക് ഹ്യൂമർ എന്ന് പറയുന്നത് നമ്മളെ ലൈഫ് ലോങ് അതിൽ ഉണ്ടാവുന്നൊരു സാധനമാണ്. അതൊരു വല്ലാത്ത പ്രതിഭ തന്നെയാണ് അയാൾ. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതെന്തെങ്കിലും സാമ്യങ്ങൾ തോന്നുന്നു, ബോധപൂർവമല്ല, അല്ലാതെ തന്നെ വന്നു ചേരുന്നതായിരിക്കും. ഞാൻ ഈ അടുത്ത് ജഗദീഷ് ചേട്ടനോട് സംസാരിക്കായിരുന്നു. അദ്ദേഹം ഒരു പരിവാർ എന്നൊരു സിനിമ ചെയ്തിരുന്നു. അപ്പൊ അതിനോട് സംസാരിക്കുമ്പോൾ ആള് ക്യാമറ ഓഫ് ചെയ്തിട്ട് എന്നോട് പറയും, ശ്രീനിവാസൻ പോലെ ആര് തമാശ പറയുന്നത് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഇപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഹോട്ടലിലൊരു വേറൊരു പടത്തില് ചായ കൊണ്ടുവരുമ്പോ ചായ വേണോ, വേണ്ടി വന്നേക്കും. അങ്ങനത്തെ തമാശകൾ ഒരുപാട് മിസ് ചെയ്യുന്നു. ഇൻഫ്ലുവൻസ് ഉണ്ടോ ശ്രീനിവാസൻ? ഇൻഫ്ലുവൻസ് ഉണ്ടോ? എല്ലാം ഇതിനു മുമ്പേ നടന്നു പോയ എല്ലാവരുടെയും സിനിമകൾ കണ്ടിട്ടുള്ള മുമ്പൊക്കെ സിനിമ ചെയ്യണം തോന്നുന്നു, സിനിമ ചെയ്യുന്നതൊക്കെ ചിലപ്പോ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടാവും. ഞാൻ അച്ഛനം പറഞ്ഞ മാതിരി തന്നെ ബോധപൂർവ്വം അങ്ങനെ വരുത്താൻ വേണ്ടിട്ടൊന്നല്ല. അല്ല, ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ് നമ്മൾ അങ്ങനെയല്ല, അങ്ങനെ ഉണ്ടെന്നല്ല എപ്പോഴും പറയുന്നത്. അങ്ങനെ കേൾക്കുമ്പോൾ സന്തോഷമൊക്കെ സത്യസന്ധമായിട്ട്, പക്ഷെ അത് ഉണ്ടെന്ന് പറയാൻ പറ്റൂല. അതാണ് സത്യം. ഇപ്പൊ ട്രെയിലറിന്റെ ഏകദേശം 5 ഷോട്ടില് ആള് സൈക്കിൾ ചവിട്ടി വരുന്നുണ്ട്. ഈ 5 ഷോട്ടിൽ 5 കോസ്റ്റ്യൂംസാ, വ്യത്യസ്തങ്ങളായ കോസ്റ്റ്യൂംസ്. അതിൽ മറ്റേ ബ്ലേസറിൽ ഇട്ട് വരുന്നുണ്ട്, പിന്നെ ഷർട്ടും മുണ്ടും ഇട്ടുണ്ട്, ഷർട്ടും പാന്റും ഉണ്ട്. ഇത് മാറി 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 വരും. ഇതിനെന്തെങ്കിലും സിഗ്നിഫിക്കൻസ് ഉണ്ടോ? അത് വെറുതെ അല്ലെ എല്ലാ വേഷത്തിലും വരുമ്പോഴും സൈക്കിൾ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ബൈക്കോ കാറോ ഒന്നും ദാസായിട്ട് ഉപയോഗിക്കുന്നത്? അതെന്തെങ്കിലും കാര്യമുണ്ടോ? കഥ നല്ല സ്കൂട്ടർ വാങ്ങുന്നുണ്ടോ, കാറ് വാങ്ങുന്നുണ്ടോ, അതിൽ നന്നാകുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന അർത്ഥം മിണ്ടരുതെങ്കിലേ മിണ്ടരുത്. ഈ സാധാരണക്കാരനെ തൊടുന്ന സിനിമകൾ വളരെ കുറവായിട്ടുള്ള ഒരവസ്ഥയുണ്ട് ഇപ്പോൾ. കാരണം കുറേയൊക്കെ നമ്മൾ ഈ സിനിമാറ്റിക് ആയിട്ടുള്ള വേൾഡ് എന്ന് പറയുമ്പോഴും ഇപ്പം നമ്മൾ പിന്നെയും റെഫർ ചെയ്യും ആണെങ്കിൽ പോലും ഇപ്പോൾ ശ്രീനിവാസൻ സിനിമകളോ പ്രിയദർശൻ സിനിമകളോ
ഒക്കെ അന്നത്തെ വിഷയങ്ങൾ ഏറ്റവും ലൈറ്റായിട്ട് ടച്ച് ചെയ്തിരുന്നു നമ്മളെ. ഇപ്പോൾ വിലക്കയറ്റായാലും ശരി, കമ്മ്യൂണിസം ആയാലും ശരി, എല്ലാ കാര്യത്തിനും ആളുകൾ ടച്ച് ചെയ്തിരുന്നു. ഇപ്പൊ കൃഷിയെ പോലും വേറൊരു രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്ത സിനിമകളുണ്ടായിരുന്നു. എനിക്ക് ഹോൾഡ് അറിയിക്ക് ശേഷം ആ രീതിയിൽ ടച്ച് ചെയ്ത സിനിമകൾ തന്നെ ഭയങ്കര റയറാ. കൃഷി സിനിമയെ സംസാരിക്കപ്പെടുന്നുണ്ടോ? അങ്ങനെയല്ല. ഇപ്പൊ അടുത്ത് നടന്നു, നേരത്തെ ഇന്റർവ്യൂ കേട്ടപ്പോൾ ചോദിക്കുന്നത്, ഇന്ന് നടക്കുന്ന പല കാര്യങ്ങളും അറിഞ്ഞോ അറിയാതെ ഈ സിനിമയിൽ വന്നിട്ടുണ്ട്. കുറച്ച് മുമ്പേ ഷൂട്ട് ചെയ്ത സിനിമയാണെങ്കിൽ പോലും ഇന്ന് വളരെ അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. വളരെ റീസെന്റ് ആയി നടന്ന പല പല വിഷയങ്ങൾ ഈ സിനിമ ഇപ്പൊ സംസാരിക്കുന്നുണ്ട്. ശരിക്കും ഞാൻ വിചാരിക്കുന്നത്, നമ്മൾ ഏതൊരു കലാപ്രവർത്തനം നടത്തുന്നതും അത് സമൂഹത്തിന് വേണ്ടിയിട്ടാണ്. ആ സമൂഹം ഇപ്പൊ അത് മനസ്സിലാക്കുന്നുണ്ടോ ഇല്ലെന്ന് പോലും നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ പിന്നീടായിരിക്കും അത് മനസ്സിലാക്കുക. എന്തായാലും നമ്മളെ സമൂഹത്തിന് വേണ്ടിയിട്ടാണ്, ക്രൗഡിന് വേണ്ടിയിട്ട് നമ്മൾ സിനിമ ഉണ്ടാക്കുന്നതൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ ഉത്തരവാദിത്വം തന്നെയാണ്. അതിന് മാറി നിന്നിട്ട് സിനിമ ചെയ്യുന്നതിലോ അല്ലെങ്കിൽ വേറെ കലാപ്രവർത്തനം നടത്തുന്നതിനോ വലിയ അത് ചിലപ്പോൾ ഒരു സമയത്തോ ടെമ്പററി ആയിട്ടൊക്കെ നിലനിൽക്കുന്നല്ലാതെ അതിന് വലിയ അർത്ഥമൊന്നും ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. ഈ ഹരീഷേട്ടനോടൊപ്പം ആണല്ലോ സ്ക്രീൻ ഷെയർ ചെയ്യുന്നത്. അപ്പൊ പണ്ട് നിങ്ങൾ ഒരുമിച്ച് നാടകം ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ നാടകം ഞാൻ എത്രയോ ജൂനിയർ ഹരീഷന്റെ എത്രയോ നാടകവേദി ദൂരം നമ്മളെ ഈ കോഴിക്കോട് പല വേദികളിലും ദൂരം ഇവരെ പെർഫോമൻസ് കണ്ടിട്ടുള്ള ഒരുപാടുണ്ട്. ഈ ഒരേ ഫ്രെയിമിൽ നിൽക്കുമ്പോ അപ്പൊ അവിടെ ആ ആക്ഷൻ എനിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റുമോ, ഞാൻ റിയാക്ട് ചെയ്യുന്നത് ശരിയാണോ, അതിന്റെ ഒക്കെ ഒരു മാഷായിട്ട് നിൽക്കുന്നത് ഹരീഷേട്ടൻ തന്നെ ആയിരിക്കും. ഷുവർ. അല്ല അതെന്തായാലും ഉറപ്പല്ല. കാരണം പോകുന്നുണ്ടായിരുന്നു ഒരു റിഹേഴ്സൽ, ചിലപ്പം ജസ്റ്റ് റിഹേഴ്സൽ പറഞ്ഞു പോയിട്ട് ചില ഇംപ്രൈസേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഇടയിൽ, ഡയലോഗ്സിലൊക്കെ അതൊക്കെ അന്നേരം തന്നെ കിട്ടുന്നുണ്ടായിരുന്നു. ഇപ്പൊ അതെന്താ വെച്ചാല് എനിക്ക് തോന്നുന്നു രണ്ടുപേരും നാടകക്കാരായതിനെ കൊണ്ട് എനിക്ക് വേറൊരു കണക്ഷൻ ഉണ്ടായിരുന്നു, വല്ലാത്തൊരു കണക്ഷൻ. അപ്പൊ അത് ഒന്ന് എന്റെ ഉള്ളിലത്തെ ഭയങ്കര ആഗ്രഹമായിരിക്കും ഹരീഷേട്ടന്റെ കൂടെ അഭിനയിക്കാനുള്ള. പിന്നെ ഹരീഷേട്ടൻ ഒട്ടും എന്നെ ടെൻഷൻ അടിപ്പിക്കില്ലായിരുന്നു. വരുന്ന മുതൽ എനിക്ക് ഭയങ്കര കംഫർട്ടായിരുന്നു തന്നോണ്ടിരുന്നത്. അത് ഒരു ആക്ടറെ സംബന്ധിച്ച് ഭയങ്കര ഭാഗ്യമാണ് അങ്ങനത്തെ ഒരു ആക്ടർ കിട്ടുക എന്ന് പറഞ്ഞാൽ. ആ രീതിയിൽ ഇത് പെട്ടെന്ന് ചെയ്ത് ഞാനും വിചാരിച്ചു പെട്ടെന്ന് കഴിഞ്ഞു അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിരുന്നു ചെയ്തപ്പോൾ. ഈ കോഴിക്കോട് ഭാഷയുടെ ഒരു സൗന്ദര്യം ഉണ്ടല്ലോ, അത് എത്രമാത്രം സിനിമയിൽ വന്നിട്ട് ഞാനിപ്പോ വിചാരിക്കണം. കോഴിക്കോട് തന്നെയാണ് എല്ലാം A to Z, എല്ലാ ആർട്ടിസ്റ്റുകളും ആ ഒരു സ്റ്റൈൽ ഓഫ് ഇതിലാണ് പോയത്. പക്ഷെ നമുക്ക് എത്രത്തോളം യൂസ്ഫുൾ എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ആക്ച്വലി ആ ശൈലിയിൽ പോകുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്കത് കുറച്ചുകൂടി ഈസി ആയിരുന്നു, ചെയ്യാൻ ഈസി ആയിരുന്നു. പിന്നെ നമുക്ക് ചിലപ്പം ഡബിങ് ടൈമിലായിരിക്കും കുറച്ചുകൂടെ ചിലപ്പോൾ ടഫ് തോന്നാം. പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് നമ്മള് ആ സമയത്ത് നാച്ചുറലി നമ്മൾ എങ്ങനെയാണാവോ അതുപോലെ തന്നെയാണ് നമ്മള് ബിഹേവ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഹരീഷേട്ടന്റെ കൂടെ ഇപ്പൊ പറഞ്ഞ പോലെ, സുധിയേട്ടൻ പറഞ്ഞ പോലെ ഒരു സ്ക്രീൻ സ്പേസ് കിട്ടുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചും ഭയങ്കര ഒരു ഡ്രീം ആയിരുന്നു. ഞാൻ എന്റെ ഒരു കുട്ടിക്കാലം തന്നെ പറയാൻ സമയത്തൊക്കെ ഹരീഷേട്ടൻ നാടകങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോഴൊന്നും ഇൻഡസ്ട്രിയിൽ ഇല്ല. ഞാനിപ്പോ വന്നിട്ട് 4 years ആയിട്ടേ ഉള്ളൂ. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറയുന്ന മൂവിയിലൂടെ വന്നതാണ്. അപ്പൊ ഞാന് ഈ നാടകമൊക്കെ കാണുന്ന സമയത്ത് കലാപരമായിട്ട് നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ട്, സ്പോർട്സ് ആയിരുന്നു ആ സമയത്ത് ഈ നാടകം കാണുന്ന സമയത്ത്. പക്ഷെ ഹരീഷേട്ടൻ എന്ന് പറയുന്ന വ്യക്തിനെ അന്ന് ഞങ്ങളുടെ നാട്ടില്, അച്ഛന്റെ നാട്ടിലൊക്കെ നാടകം നടക്കും ഈ ക്ലബുകളിലൊക്കെ. അന്നാണ് ആദ്യമായിട്ട് ഞാൻ ഹരീഷേട്ടന്റെ പെർഫോമൻസ് കാണുന്നത്. കുറെ കൂടെ ഹെയർ ഒക്കെ ഉണ്ട് ഹരീഷേട്ടനെ, കുറച്ച് ഹെയർ ഒക്കെ ആയിട്ട് ഭയങ്കര എന്താ പറയാ, നമ്മൾ അങ്ങനത്തെ പെർഫോമൻസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഹരീഷേട്ടനെ കാണുന്നത് ഒരു ഫ്ലാഗ് ഓഫിന് വേണ്ടിയിട്ട് പോയ സമയത്ത്, ഹലോ ഹരീഷേട്ടാ ആ ഫോട്ടോ അല്ലേ അയച്ചു തന്നത്, ഫ്ലാഗ് ഓഫിന് പോയ സമയത്ത് അവിടെ വെച്ചിട്ട് ഹരീഷേട്ടനെ കാണുന്നത്, ജോയ് മാത്യു സാറിന്. അപ്പൊ ഫ്ലാഗ് ഓഫ് കഴിഞ്ഞ് പോകുന്നപ്പോ ഞാൻ വീട്ടിലെത്തി ഹസ്ബൻഡിനോട് പറഞ്ഞു, ഹരീഷേട്ടനും ഉണ്ടായിരുന്നു, ജോയ് മാത്യു ഒക്കെ ഉണ്ടായിരുന്നു, അവരെ കൂടി വർക്ക് ചെയ്യാൻ പറ്റുമോ എന്തെങ്കിലും എന്നുള്ള ആ ഒരു ക്യൂരിയോസിറ്റിയും ആ ഒരു ആഗ്രഹമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ഒരു 2-3 months കഴിഞ്ഞപ്പോഴാണ് ഹരീഷേട്ടന്റെ ഭാഗത്തുനിന്ന് വിളി വരുന്നത്, ഇങ്ങനെ ഒരു മൂവി ചെയ്യുന്നുണ്ട് ഹരീഷേട്ടന്റെ പേരായിട്ടാണ്. അപ്പൊ നമുക്ക് ഭയങ്കര എന്താ പറയാ, നമ്മൾ ആഗ്രഹിച്ചു, അത് നടക്കാന്ന് പറയുമ്പോ ഭയങ്കര ഹാപ്പി ആണല്ലോ നമ്മള്. അതേപോലെ തന്നെ ജോയ് ചേട്ടന്റെ കൂടി ഇപ്പൊ ഒരു മൂവി ചെയ്തുകൊണ്ടിരിക്കുന്ന വൈഫായിട്ട്. അപ്പം അങ്ങനെയുള്ള ഭാഗ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഹരീഷേട്ടന്റെ കൂടെ ആ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ഉള്ളിൽ ആഗ്രഹിച്ച ആൾക്കാർ കൂടെ വർക്ക് ചെയ്യാൻ നമുക്ക് പറ്റിയാലും നമുക്കത് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർ, ഞാൻ ഹരീഷേട്ടന്റെ സെറ്റില് സംസാരിച്ചിട്ട് പോലും ഉണ്ടാവില്ല അല്ലേ, വളരെ എന്താ വെച്ചാൽ നമുക്ക് പേടിയും ഇഷ്ടവും ഒരു ആഗ്രഹമൊക്കെ ഉള്ള ആളുകളല്ലേ. അപ്പൊ അവരത് കയറി ഹെഡ് ചെയ്യാനോ സംസാരിക്കാനോ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ചില സീനുകൾ ഞാൻ അതേപോലെ ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടാവുന്ന വിചാരിച്ചിരുന്ന സമയത്തൊക്കെ ഹരീഷേട്ടനാണ് പറഞ്ഞ് അത് കൂളാക്കി അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട്, അവർക്ക് വേണമെങ്കിൽ പറയാം ഇഷ്ടം പോലെ ആളുകളുണ്ട്, അവൾ പറ്റില്ല പോട്ടെ വേറെ ആളെ വിളിക്കാന്ന് പറയാം. പക്ഷെ എന്നെ കൂളാക്കി ആ സിറ്റുവേഷൻസ് ഒക്കെ എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്നൊക്കെ പ്ലാൻ ചെയ്ത്
അപ്പൊ അതൊക്കെ എന്നെ സംബന്ധിച്ച് വലിയൊരു എക്സ്പീരിയൻസും ആണ്, ബ്ലെസ്സിങ്ങും ആണ്. ചേട്ടാ ഒരു പ്രോപ്പർട്ടീനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം നാടകത്തിൽ നിന്നുള്ള പരിചയം കൊണ്ട് ലഭിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ അത് ഹരീഷയുടെ മുമ്പ് സിനിമകളിൽ അത് രസമായിട്ട് ഇപ്പൊ നമ്മുടെ ലൈഫ് ഓഫ് ജോസൂട്ടിയിൽ ഏറ്റവും അധികം സമയം ചാരുകസേരയിലേക്ക് എടുക്കുകയാണെങ്കിലും അതിനെ മാക്സിമം അതിനെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. ഈ സൈക്കിൾ കിട്ടിയത് കൊണ്ട് അതിനെ എങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്? സൈക്കിള് ഇയാളുടെ ഒരു സന്തത സഹചാരിയായിട്ടുള്ള ഒരാളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളുടെ ഒരു അവയവം പോലെ തന്നെയാണ് ഇയാളെ സംബന്ധിച്ചോളം ഈ സൈക്കിൾ എന്ന് പറയുന്നത്. ഇത് പിന്നെ ഇയാളുടെ ബാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും നിങ്ങളുടെ കൈ എത്ര പ്രാവശ്യം ഇന്ന് രാവിലെ ചലിച്ചു, നിങ്ങളുടെ കാലെത്ര പ്രാവശ്യം ഇളകിയെന്നൊന്നും നമുക്കറിയില്ല. അങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ അതേപോലെ ഒരു അവയവമായി മാറുന്ന രീതിയിലായിരുന്നു അത് ഉപയോഗിക്കപ്പെട്ടത്. കാരണം നമ്മളിപ്പം ഒരു ഡ്രൈവിംഗ് അറിയുന്ന ആളാണെന്ന് വെക്കാം, നിങ്ങൾ ഫ്രണ്ട് സീറ്റിലിരിക്കുന്നു, ഒരു ലോങ് ജേണി കഴിഞ്ഞ് വന്നപ്പോൾ നിങ്ങൾ പറയുന്നു എൻ്റെ വലത്തേ കാലിന് ഭയങ്കര വേദന ഉണ്ട്, എന്താണെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് അതല്ല. സത്യത്തിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഡ്രൈവിംഗ് അറിയുന്ന ആളായതുകൊണ്ട് പലപ്പോഴും നിങ്ങൾ ബ്രേക്ക് ചവിട്ടിയിട്ടുണ്ട്, ക്ലച്ച് ചവിട്ടിയിട്ടുണ്ട്. ഇത് നിങ്ങൾ അറിയാതെ ചെയ്യുന്നതാണ്. ഈ അറിയാതെ നടക്കുന്ന ഒരു കുറെ ചലനങ്ങളുണ്ട്. ഇത്തരം ചലനങ്ങളെ വളരെ ബോധപൂർവം തന്നെ അബോധപൂർവമായിട്ട് മിക്സ് ചെയ്യുക എന്നുള്ള ഒരു രീതിയായിരുന്നു ഈ സൈക്കിളുമായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിച്ചത്. അതായത് സൈക്കിളിനെ വളരെ പ്രകടമാക്കിയുള്ള ഒരു രീതിയിലല്ല. ഞാൻ വേറൊരു ചോദ്യം ചോദിച്ചത്, ഇപ്പം നസറുദ്ദീൻ ഷായി എടുത്തൊരു അഭിമുഖത്തിൽ പറയുന്നുണ്ടായിരുന്നു, ഇപ്പൊ സാധാരണ ആക്ടേഴ്സ് പറയുന്നത് കേട്ടിട്ടുണ്ട്, അദ്ദേഹം പറയാണ് എനിക്ക് ക്യാമറ ഓൺ ചെയ്യുമ്പോൾ തൊട്ട് പേടിയായിരുന്നു, ഞാൻ എങ്ങനെയാണ് പെർഫോം ചെയ്യുക, ഞാൻ എങ്ങനെയാണ് ആളുകൾക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന ഇമോഷൻ കൺവേ ചെയ്ത് കൊടുക്കുക എന്നൊക്കെ എനിക്ക് ഭയം ഉണ്ടായിരുന്നു. പക്ഷെ നസറുദ്ദീൻ ഷായെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പേഴ്സണലി അത് ഉണ്ടായിരുന്നില്ല. അദ്ദേഹം കുറെ കാലം കൂട്ടിവെച്ചൊരു സ്വപ്നം അത് അദ്ദേഹം ചെയ്യാൻ പോകുന്നു. ഞാൻ എന്തിനാ ഭയപ്പെടുന്നത്, ഞാൻ അതിനെ ഏറ്റവും നല്ല ഫോമിൽ ചെയ്യാൻ പോകുന്നു, ആളുകളുടെ കയ്യടി വാങ്ങിക്കാൻ പോകുന്നു. ആ കോൺഫിഡൻസ് ആയിരുന്നു അദ്ദേഹത്തിൽ എന്നാ പറയുന്നത്. ഹരീഷേട്ടൻ ഇതിൽ എവിടെയാണ് നിന്നിരുന്നത്? ഇതിൽ ദാസേട്ടനിലേക്ക് വരുമ്പോൾ ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. പക്ഷെ ഇതിന്റെ മുഴുവൻ ഇതും ഉത്തരം എനിക്ക് പറയാൻ പറ്റില്ല, പരിമിതികളുള്ളത് കൊണ്ട്. കഥ കാരണം സിനിമ റിലീസാവാൻ പോവുകയാണല്ലോ. ഈ കോൺഫിഡൻസ് എന്ന് പറഞ്ഞല്ലോ, ഇത് എങ്ങനെയാണ് ഉണ്ടാവുന്നത്, ഇത് ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത്, എങ്ങനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കും തോറും അത് നഷ്ടപ്പെടുത്തുന്ന ഒരു സാധനമല്ല, അത് വീണ്ടും വീണ്ടും ഉണ്ടായി വരുന്നതാണ് എന്നൊക്കെ പറയുന്ന വളരെ വ്യക്തമായൊരു ചിത്രം ഉണ്ട് ഈ ദാസേട്ടൻ. അതുകൊണ്ട് ആ സിനിമ, ഈ ചോദ്യത്തിന്റെ ഉത്തരം സിനിമ സംസാരിക്കട്ടെ എന്ന് ഞാൻ പറയും. ഈ യുവാക്കളെ ഇപ്പൊ സിനിമയിൽ കാണിക്കുമ്പോൾ അവരുടെ കയ്യിൽ ഒരു മൊബൈൽ ഉണ്ടായിരിക്കും, അവര് സാധാരണ ആളുകൾക്ക് മനസ്സിലാവാത്ത എന്തോ ഒരു കണ്ടംപററി ഭാഷയൊക്കെ സംസാരിക്കും. അങ്ങനെ യുവാക്കളെ ഡെപ്പിക്ട് ചെയ്യണത് ശരിയാണോ? എന്താ അഭിപ്രായം? ശരിയാണോന്ന് വെച്ച് കഴിഞ്ഞാൽ പകുതി മുക്കാൽ ആൾക്കാരും ഇപ്പൊ അങ്ങനെ തന്നെയാണ്. സത്യാവസ്ഥയാണല്ലോ, നമുക്ക് ഒരിക്കലും ഡിനൈ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ വെറുതെ ഒന്ന് പുറത്ത് റോട്ടിൽ ഇറങ്ങിയാലും റോഡ് ക്രോസ് ചെയ്യണവരെ എല്ലാരും കയ്യിൽ ഫോൺ വെച്ചിട്ട്, മാപ്പ് നോക്കണമെങ്കിൽ പോലും മാപ്പ് നോക്കി വേറെ എവിടെയെങ്കിലേക്ക് എത്തിപ്പോ ഇടയ്ക്ക്, അങ്ങനത്തെ. അപ്പൊ അതും പ്രത്യേകിച്ച് ആ ഒരു ടീനേജ് പ്രായത്തിലൊക്കെ ആവുമ്പം എല്ലാവർക്കും ഉള്ളതാണ്. വേറെ ഒരു വീട്ടിലുള്ളവരാണെങ്കിലും സംസാരിക്കണത് തന്നെ വളരെ കുറവായിരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു ഇതിൽ ഇപ്പത്തെ സത്യാവസ്ഥ അതായതുകൊണ്ട് അത് അങ്ങനെ കാണിക്കണതിൽ പ്രശ്നമില്ലെന്ന്. ദാസേട്ടന്റെ മകൻ ആളെങ്ങനെയാ ഇപ്പൊ? കുറച്ച് ഇങ്ങനെ ഫുൾ ഫോണിലൊക്കെ നോക്കി അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ നടക്കുന്ന ആളാണ്. അത് കൂടുതൽ ഇതേപോലെ സിനിമ കാണുമ്പോ മനസ്സിലാവും. എനിക്ക് അതൊക്കെ ആക്ച്വലി ഞാൻ റിയൽ ലൈഫിൽ ചെയ്യണതാണ്. ഞാൻ പോലും റിയലൈസ് ചെയ്തിട്ടില്ല. ഞാൻ വലുതാവുമ്പോ ഇപ്പൊ യൂട്യൂബ് മുന്നിൽ വെക്കാണെങ്കിൽ ഫുഡ് ഇറങ്ങൂല. ഇപ്പൊ കോളേജിൽ പഠിക്കുമ്പോഴാണെങ്കിൽ എല്ലാരും ചോദിക്കും, അപ്പൊ ഞാൻ നോക്കുമ്പോ ഞാൻ മാത്രമാണോ ഇങ്ങനെ? അല്ല, എന്റെ അടുത്തിരിക്കുന്ന ആളോ അടുത്ത ആളോ യൂട്യൂബ് വെച്ച് അടുത്ത ഫോൺ വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയായി ഇപ്പൊ എല്ലാരും. ഇപ്പൊ നമ്മള് ഹരീഷേട്ടന് ലെഫ്റ്റ് ഉണ്ടായ പോലെ, സുധിച്ചേട്ടന് കാതലുണ്ടായ പോലെ ഇതിൽ വർക്ക് ചെയ്ത ബാക്കിയുള്ള ആളുകൾക്കൊക്കെ ഒരു റെസ്യൂമേ ആയിട്ട് ദാസേട്ടൻ സൈക്കിൾ ആവുന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്. തീർച്ചയായിട്ടും. കാരണം എന്താണെന്ന് വെച്ചാല് ഞങ്ങളിപ്പോ ഇരിക്കുന്നത് നമുക്കറിയാലോ, എല്ലാവരും ഇരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ടാണ്. ടോട്ടലി 45 ന്യൂ ഫേസസ് ഉണ്ടോ? 45ഓളം പുതിയ 20-ലും മേലെ ആളുകളുണ്ട്. അപ്പൊ അതില് ഈ മറ്റു ആളുകൾ ഒരു വന്നു പോകുന്ന ഒരാൾ പോലും ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ആണ്. അതായത് ആ അടയാളങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് ഈ സിനിമയിൽ ഓരോ ആളും പോകുന്നത്. ആ ചെറിയ ചെറിയ കഥാപാത്രങ്ങളാണെങ്കിൽ പോലും. അപ്പൊ അതില് ഗിരീഷ് മണ്ണൂർ എന്ന് പറഞ്ഞൊരു ആക്ടറുണ്ട്. ഒരു നാടകത്തില് സജീവമായിരുന്നു. വളരെ രസമായിട്ട് ചെയ്ത ഒരു, എനിക്ക് തോന്നുന്നു ഈ സിനിമ മലയാളത്തിലെ വേണ്ടപ്പെട്ട സംവിധായകരൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകളെ, നല്ല നല്ല ആക്ടേഴ്സിനെ സിനിമയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു സാധ്യതയുള്ള ഒരു സിനിമ തന്നെയാണിത്.
അതിൽ അത്രയും ആക്ടേഴ്സ് ഉണ്ട്. അതേപോലെ രത്നാകരൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരുപാട് നാടകങ്ങൾ സംവിധാനം ചെയ്തൊരു മനുഷ്യനാണ്. അദ്ദേഹം ആദ്യമായിട്ടായിരിക്കാം ശേഷം കുറച്ച് സിനിമകൾ തുടങ്ങി അദ്ദേഹത്തിന്. നല്ല രസമായിട്ടുള്ള ഒരു എൻ്റെ അച്ഛൻ്റെ ക്യാരക്ടറാണ് ചെയ്തത്. അതുപോലെ കബനിയെ നമുക്കറിയാം, ഗ്രേറ്റ് നിങ്ങിച്ചുള്ളൊക്കെ അറിയാം. വിജേഷിന്റെ വൈഫാണ്. വിജേഷ് ഇപ്പൊ സിനിമ നമ്മൾ നാടകത്തിനൊക്കെ സോങ് എഴുതുന്ന ആളാണ്. കബനി ഭയങ്കര രസമായിട്ട് ഇതിൽ ഉഗ്രം ക്യാരക്ടറാണ് കബനിയുടെ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. അതേപോലെ ഓരോ ആളുകളും വന്നു പോകുന്ന ആളുകൾ, ഒരു LCH ഉണ്ട്, LC സുകുമാരൻ, വളരെ പ്രശസ്തമായ കോഴിക്കോട്ടെ നാടക ഇതാണ്. LCH ചില സിനിമകളിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ LCHയുടെ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്യാരക്ടറാണ്. ഒരു സംവിധായകൻ എന്നുള്ള രീതിയിൽ ഒരു മാർക്കായിരിക്കും. ആ ഒരു ധൈര്യം ഉണ്ടോ? ആക്ച്വലി സിനിമ പ്ലാനിങ് തുടങ്ങുമ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഓരോ സിനിമയ്ക്ക് ഓരോ അനുഭവമാണ്. ഈ സിനിമയുടെ അനുഭവം എന്ന് പറഞ്ഞാൽ ഒരുപാട് സിനിമ വേറെ അനുഭവമായിരുന്നു. ഞാൻ ആദ്യം സിനിമ ചെയ്യുന്ന ഒരു അനുഭവം. ഇപ്പൊ രണ്ടാം സിനിമ അരീഷൻ കൂടെ ചെയ്യുന്ന സമയത്ത് എനിക്ക് വളരെ ഒരു കുറെ കാര്യങ്ങൾ സംഭവിക്കുന്നത് ഒരു കാഴ്ചക്കാരനെ പോലെ നോക്കി നിൽക്കുന്ന സുഖമാണ്. അതായത് അരീഷയുടെ നിർമ്മാതാവായിരുന്നു, അല്ലെങ്കിൽ അരീഷന്റെ കൂടെ സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ സിനിമയിൽ ഓരോ കാര്യങ്ങൾ സംഭവിക്കുന്നു. ഇവിടെ ഇങ്ങനെ നമ്മൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഒരു ഇന്റർവ്യൂ ചെയ്തു. ഇതൊക്കെ അതായത് സിനിമയുടെ A to Z കാര്യങ്ങൾ വളരെ എന്താ പറയുക, കാഴ്ചക്കാരനെ പോലെ അത് ആസ്വദിക്കും. ഓരോരോ കാര്യങ്ങൾ സംഭവിക്കുന്ന മനസ്സിൽ ഭയങ്കരമായിട്ടൊരു സന്തോഷമൊക്കെ ഉണ്ടാക്കുന്ന, അത് ഭയങ്കര ആസ്വദിക്കുന്നുണ്ട്. തീരെ ടെൻഷനൊന്നും ഇല്ലാതെ ഏറ്റവും സൗഹൃദം, അരീഷാനുള്ള സൗഹൃദം പോലെ തന്നെ ഈ സിനിമയിൽ വർക്ക് ചെയ്തല്ല സുധിയാണെ ഞാൻ അപ്പോഴാണ് പരിചയപ്പെടുന്നത്. അങ്ങനെ ഓരോരുത്തരായിട്ട് അത് വളരെ ആസ്വദിച്ച് ചെയ്ത സിനിമയാണ്. അതിന്റെ ഒരു ഭംഗി ഈ സിനിമയ്ക്ക് എനിക്ക് ഉറപ്പിടാൻ പറ്റും. ഇപ്പൊ അനുപമ, ഹരീഷേട്ടൻ, എല്ലാവരോടും ഉള്ളൊരു ചോദ്യമാണ്. ഇപ്പൊ പൊതുവെയുള്ളൊരു വിമർശനമാണ് സിനിമ ഹോപ്പ് തരുന്നില്ല. സിനിമ കണ്ടിറങ്ങുമ്പോൾ മനസ്സിൽ പ്രതീക്ഷ വരുന്നില്ല. പണ്ട് 80കളിലും 90കളിലൊക്കെ സിനിമ കണ്ടിറങ്ങുമ്പോൾ നായകൻ ജയിക്കുന്നു, അല്ലെങ്കിൽ തിന്മയ്ക്ക് മേലെ നന്മ ജയിക്കുമ്പോൾ എന്നൊക്കെ ഉള്ള ഒരു കാര്യം കാണുമ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ജീവിക്കാൻ തിയേറ്റർ വിട്ട് വരുമ്പോൾ എന്നുള്ളത്. പക്ഷെ ഇപ്പൊ ആ പ്രതീക്ഷ ഇവിടെ മിസ്സാവുന്നു. വേറെ എന്തൊക്കെയാണ് സിനിമ കണ്ടു കഴിയുമ്പോൾ തോന്നുന്നത് എന്നുള്ളൊരു പൊതുവിലൊരു വിമർശനം വരുന്നുണ്ട്. അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? അല്ല, എല്ലാ കാലത്തും ഓരോ ജീവിതങ്ങൾ ഉണ്ടാവുമല്ലോ, ഓരോ വ്യത്യസ്ത. ആ ജീവിതമായിട്ട് നമ്മൾ എത്രത്തോളം ബന്ധപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഒരു കലാകാരന്റെ ആദ്യത്തെ ദൗത്യങ്ങളിലൊന്ന്. എന്നിട്ട് വേണം നമ്മളൊരു സമൂഹത്തിന്റെ മുന്നിൽ നടക്കാൻ. കലാകാരൻ എപ്പോഴും സമൂഹത്തെ നയിക്കേണ്ട ആള് തന്നെയാണ്, അല്ലാതെ പിന്നൊന്നും കുത്തേണ്ട ആളല്ല. അപ്പൊ അതുകൊണ്ടൊരു വഴികാട്ടിയാവേണ്ട ആൾ തന്നെയാണ്. നിങ്ങൾക്ക് അത് കച്ചവടം ചെയ്യാം, ബിസിനസ്സാക്കാം, ഒക്കെ ചെയ്യുമ്പോൾ പോലും അതിലൊരു ധാർമ്മികതയുടെ ഒരു അംശമുണ്ട്. അത് നമ്മൾ ചെയ്തേ പറ്റൂ. ഒരു കലാകാരൻ്റെ കലയുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തങ്ങളിൽ ഒന്നാണ്. അപ്പൊ വിഷ്ണു ചോദിച്ചുകൊണ്ട് ഞാൻ പറയാണ്, 80കളുടെ ഒരു ചോദ്യം ചോദിച്ചില്ല, 80കളുടെ ഒരു പ്രതിഭയെ ഈ സിനിമ പറയുന്നുണ്ട്. അത്ര ഞാൻ പറയുന്നു. അങ്ങനെ ഒരു ഹോപ്പ് തരുമോ ദാസേട്ടൻ്റെ സൈക്കിൾ? ജീവിതത്തെ എങ്ങനെ രസകരമാക്കാന്നുള്ളൊരു കൺസെപ്റ്റ് ഈ സിനിമ വരുന്നുണ്ട്. നിരാശയോടുകൂടി എല്ലാ സിനിമ അവസാനിപ്പിക്കുന്നു എപ്പോഴും. ഏറ്റവും അവസരം ഞാൻ നേരത്തെ ആ ട്രെയിലർ കണ്ടപ്പോൾ പറയും രസകരമായിട്ടാണ്, അല്ലാണ്ട് വീട് ജപ്തിയാവാൻ പോകുന്നു സങ്കടപ്പെട്ട് അങ്ങനെയൊന്നല്ല സിനിമ സംസാരിക്കുന്നു. അതിനെ പോലും വളരെ രസകരമായിട്ട് സംസാരിക്കും. മകനെ ഒരു നെപ്പോക്കിട്ടാക്കി വളർത്താനാണോ ഉദ്ദേശം? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ചോദിക്കില്ലേ സ്വജനപക്ഷപാതം ആണോ എന്നൊക്കെ ചോദിക്കില്ലേ ആളുകൾ? അല്ല, അതെന്താന്ന് വെച്ചാല് ഇപ്പോ എനിക്ക് വേണമെങ്കിൽ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഓരോ രീതിയിൽ കൊണ്ടുപോകാം. ഇപ്പൊ ഞാൻ ഇതിൽ ഏറ്റവും അധികം സെലക്ട് ചെയ്തത് എന്റെ നാടകക്കാരെയാണ്. എന്റെ നാടകക്കാരി എന്ന് ഞാൻ പറയുന്നതിന്റെ പിന്നിലുള്ള അർത്ഥം തന്നെ അത് എന്റെ ഫാമിലിയാണ്. സത്യത്തിൽ അതാണ് എന്റെ ഫാമിലി. പ്രത്യേകിച്ച് കോഴിക്കോട് പോലൊരു സ്ഥലമാകുമ്പോൾ അത് കൂടും, അതിന്റെ ഒരു എണ്ണം, അതിന്റെ ഒരു അർത്ഥം കൂടും മാത്രം. അവിടെ നിന്ന് തന്നെയാണ് ഞാൻ എല്ലാ സിനിമകളും തുടങ്ങാനുള്ള പരിപാടിയൊക്കെ ചെയ്യുന്നത്. അതൊരു വേറൊരു തരം ഒരു മൂവ്മെന്റ് ആണ്. ആ മൂവ്മെന്റിന്റെ തുടക്കം എന്നുള്ള നിലയ്ക്കാണ്. അതിന്റെ ഭാഗമായിട്ട് വൈദ്യ അതിൽ പെട്ട ഒരാളാണ്, അവൻ അതിൽ അഭിനയിക്കുന്നു. അടുത്തൊരു പടം കഴിഞ്ഞു, അതിൽ വിഷ്ണു മൂത്താള് ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ഇവര് ഈ നാടകത്തിന്റെ ഭക്ഷണം കഴിച്ച് ജീവിച്ച ആൾക്കാർ, അങ്ങനെയല്ലേ ഇവര് പഠിക്കുന്നതും. ഇവര് തടിയിൽ മുഴുവൻ നാടകത്തിന്റെ ചോറല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ടും അത് സംഭവിക്കണം എന്ന് തന്നെയാണ്. എന്തായാലും സിനിമ സംസാരിക്കട്ടെ. സിനിമ റിലീസ് ഡേറ്റ് തീരുമാനിക്കാറായോ? മാർച്ച് 14. വലിയ സിനിമകൾക്ക് മുമ്പ് ഇറങ്ങുന്നത് കൊണ്ട് ആ വിധത്തിലൊരു ആശ്വാസം കൂടിയായിരിക്കും. സിനിമ വിജയിക്കട്ടെ. ഇപ്പോൾ ഒരു സിനിമ വർക്ക് ആവുന്ന സമയത്ത് നമുക്ക് കുറെ പുതിയ ടാലൻസിനെയും കൂടിയാണ് കിട്ടുന്നത്. ഇപ്പം ഏത് വിധത്തിൽ ഇപ്പം ഹരീഷേട്ടൻ അങ്ങനെയാണല്ലോ, ഒരു സിനിമ വിജയിച്ചപ്പോൾ അതുവഴി ഹരീഷേട്ടന് പല അവന്യൂസ് ആണ് തുറന്നു കിട്ടിയത്. അതുപോലെ
ഒരു 10-20 കലാകാരന്മാർക്ക് അവരുടെ പുതിയ വഴികൾ കിട്ടട്ടെ. ആട്ടം പോലെ ഒക്കെ ഈ സിനിമയും സംസാരിക്കപ്പെടട്ടെ. എല്ലാവരുടെയും നേരത്തിന് ഒരുപാട് നന്ദി. നമസ്കാരം. ഒരുപാട്